നമസ്കാരം എല്ലാവർക്കും ടെക്കോൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഗൂഗിളിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളെ പറ്റിയാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ കീബോർഡ് തുടങ്ങിയ ആപ്ലിക്കേഷനിലൊക്കെ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നമുക്ക് നേരെ ഇനി അപ്ഡേറ്റുകൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളാണ്. അത് നമുക്ക് അസിസ്റ്റൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ ഗൂഗിൾ. നമ്മളിപ്പോൾ ഭാഷ അറിയാത്ത ഒരാളുമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ട്രിക്കാണ് ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ വന്നിരിക്കുന്നത്. അതിന് ഇൻ്റർപ്രറ്റർ മോഡ് എന്ന് പറയും. ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ ഇൻ്റർപ്രറ്റർ മോഡ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇൻ്റർപ്രറ്റർ. Sure, what language should I interpret to? മലയാളം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ളൊരു മൈക്കിൻ്റെ ചിഹ്നം കാണാം. ഒപ്പം തന്നെ മലയാളത്തിലേക്ക് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു മൈക്കിൻ്റെ ചിഹ്നം കാണാം. ഇവിടെ താഴെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. ഓട്ടോ, മാനുവൽ, കീബോർഡ് എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി മലയാളം ഓട്ടോയിൽ വർക്കിംഗ് അല്ല. കണ്ടില്ലേ, ഓട്ടോയിൽ ഇപ്പോൾ കറൻ്റ്ലി മലയാളം വർക്കിംഗ് അല്ല. മാനുവലായിട്ട് തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ വേറൊരാൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും. എന്താണ് ഇംഗ്ലീഷ് പറയുന്നതെന്നുള്ള കാര്യം നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. I want to go to Kottayam via bus and then go to Ernakulam via train. എനിക്ക് ബസ് വഴി കോട്ടയത്തിലേക്ക് പോകണം, തുടർന്ന് ട്രെയിൻ വഴി എറണാകുളത്ത് പോകണം. കേട്ടില്ലേ, ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയുവാണെങ്കിൽ അതിൻ്റെ മലയാളം എന്താണെന്നുള്ള കാര്യം തിരിച്ച് ഗൂഗിൾ അസിസ്റ്റൻ്റ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇന്ന് നിങ്ങൾക്ക് മലയാളത്തിൻ്റെ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മലയാളത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലേക്ക് നമുക്ക് മാറ്റി കിട്ടുന്നതായിരിക്കും. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. I'm not going to school today. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് തിരിച്ച് ഇംഗ്ലീഷിലേക്ക് പറയും. All right, what language should I interpret to? ചൈനീസ്. ഇപ്പോൾ നമ്മൾ ചൈനീസ് എടുത്തപ്പോൾ വന്നത് ഇവിടെ ഓട്ടോയിലാണ് വന്നിരിക്കുന്നത്. ഐ ലവ് യു. 我爱你. വായിനി. I love you. ഇനി അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഗൂഗിളിൻ്റെ ബ്രൗസറിലാണ്. ഒന്നുകിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ ഒരു ഐക്കൺ കാണുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന പുതിയൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. വ്യൂ ഇൻ 3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയനെ 3Dയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ലയൻ്റെ ആക്ടിങ്ങും അതിൻ്റെ ഒരു സൗണ്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു സിംഹത്തിൻ്റെ ഫുൾ രീതിയിലുള്ള ആക്ടിങ്ങും സൗണ്ടും എല്ലാം നമുക്കിവിടെ കാണാനും കേൾക്കാനും പറ്റുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊരു ആനിമലിൻ്റെയും 3Dയിലുള്ള ഒരു രൂപം കാണണമെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ആനിമലിൻ്റെ പേര് മാത്രം, ആനിമലോ അല്ലെങ്കിൽ റെപ്റ്റൈലോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പേര് മാത്രം നിങ്ങളിവിടെ സെർച്ച് ചെയ്താൽ മാത്രം മതി. സ്നേക്കെന്നോ ലയണെന്നോ അല്ലെങ്കിൽ ടൈഗറിനോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ സെർച്ച് ചെയ്യുക. അതിൻ്റെ ഒരു 3D ഒരു വിഷ്വൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഗൂഗിളിൻ്റെ സ്വന്തം കീബോർഡായിട്ടുള്ള Gboard വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇത് നേരത്തെ വന്നൊരു അപ്ഡേറ്റ് കൂടിയാണ്, പക്ഷേ പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നില്ല, പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് ഗൂഗിളിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഒരു കീബോർഡ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. Gboard ആയിരിക്കണം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിപ്പ് ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കോപ്പി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ മറ്റേ ഗൂഗിളിൻ്റെ Gboardൻ്റെ ആ ഒരു ക്ലിപ്പ് ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത 3 കാര്യങ്ങൾ നമുക്കിവിടെ ഗൂഗിളിൻ്റെ ആ ഒരു കീബോർഡിൽ ഉപയോഗിക്കുന്ന ക്ലിപ്പ് ബോർഡിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഷെയർ ചെയ്യാം. നമ്മളങ്ങനെ കോപ്പി ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ക്ലിപ്പ് ബോർഡിൽ വരണ്ട എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓഫ് ചെയ്യാനുള്ളൊരു ഐക്കൺ കൂടിയുണ്ട്. അപ്പോൾ കീബോർഡിൽ വന്നിരിക്കുന്ന ഈ ഒരു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി അടുത്തതായിട്ട് ഗൂഗിൾ മാപ്സിൽ വന്നിരിക്കുന്ന 2 ഫീച്ചറുകളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുക. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ടൈമൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ മാപ്സാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തിരുവനന്തപുരം ടു ചെന്നൈ, ട്രിവാൻഡ്രം ടു ചെന്നൈ എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കുറേ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതെല്ലാം ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വരുന്ന ഒരു ലൈവ് ട്രെയിനിൻ്റെ ഇൻഫോസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ട്രെയിൻ, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രെയിൻ എവിടെ എത്തി, ഇനി അടുത്ത സ്റ്റോപ്പ് ഏതാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് എടുത്തു. ആ ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4:19 രാവിലെ സ്റ്റാർട്ട് ചെയ്തു. 4:44 ആയപ്പോൾ നെയ്യാറ്റിൻകര എത്തി. അങ്ങനെ നമുക്ക് ചെന്നൈയിൽ എത്തുന്നവരെയുള്ള ഒരു കംപ്ലീറ്റ് ജേർണി നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 16 മിനിറ്റ് മുമ്പ് വിരുദനഗർ ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോപ്പ് മധുരൈ ജംഗ്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ മാപ്പിൽ നമുക്കിവിടെ ലൈവായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത സ്റ്റോപ്പ് മധുരൈ ജംഗ്ഷനാണ്. ഇങ്ങനെ നമുക്ക് ട്രെയിനിൻ്റെ ലൈവ് ഇൻഫോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ലൈവ് അപ്ഡേറ്റ് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ ഫ്രമും ടൂവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ട്രെയിനാണെന്ന് മനസ്സിലാക്കി ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ അവരെവിടെ എത്തി നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കും ഇതുപോലെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ എവിടെ എത്തി, നമ്മുടെ സ്റ്റേഷനിൽ എത്ര മണിക്ക് എത്തും എന്നൊക്കെയുള്ള കാര്യം നമുക്കിവിടെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ഫീച്ചർ ഗൂഗിൾ മാപ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാൽക്കുലേഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രമാണ് നേരത്തെ സെർച്ച് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു പെരിമീറ്റർ എടുക്കണമെങ്കിൽ നമുക്കിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ. അപ്പോൾ അവിടുത്തെ ഒരു അഡ്രസ്സ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് മെഷർ ഡിസ്റ്റൻസ് എന്ന് പറയാൻ കാണാൻ പറ്റും. ഇതുപോലെ ഓരോന്നും നമുക്കിങ്ങനെ ഓരോ പോയിന്റുകൾ ആ ബിൽഡിങ്ങിന് ചുറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പെരിമീറ്റർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 305 ഫീറ്റാണ്. ഈ ഒരു ബിൽഡിങ്ങിന് ചുറ്റും നടക്കുവാണെങ്കിൽ എത്ര ഫീറ്റ് ഉണ്ടെന്നാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ പ്ലസ് സൈക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റ് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ പെരിമീറ്റർ അറിയണമെങ്കിൽ ഇതുപോലെ നമുക്ക്, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് ചുറ്റും നടക്കാൻ എത്ര ഫീറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൂഗിൾ മാപ്സിൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ട്രിക്ക് ഗൂഗിൾ ഫോട്ടോസിലുള്ള ഒരു ട്രിക്കാണ്. ഇത് പല ആൾക്കാർക്കും അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ ആൽബംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പീപ്പിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആദ്യം തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയിലുള്ള ഓരോ ആൾക്കാരുടെ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനാണിത്. ഇപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന കംപ്ലീറ്റ് ഫോട്ടോകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആഡ് എ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പേര് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ കിടക്കുന്ന ആൽബംസ് എന്ന് പറയുന്ന സെക്ഷനിൽ പീപ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് ഇത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേര് അസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കംപ്ലീറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിലൂടെ ജസ്റ്റ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയായിട്ടുള്ള കംപ്ലീറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ഗൂഗിൾ, ഷോ ഫോട്ടോസ് ഓഫ് അശ്വിൻ. Showing your photos. ഞാനിപ്പോൾ നേരത്തെ അശ്വിന് ഒരു നെയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ ഷോ ഫോട്ടോസ് ഓഫ് അശ്വിൻ കൊടുത്തപ്പോൾ ഇത്രയും ഫോട്ടോസ് വന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ ഫോണിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാനും ഒപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കുന്നതായിരിക്കും. ആ വ്യക്തിക്ക് ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹൈഡ് എന്ന് പറഞ്ഞ് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ നമുക്കിവിടെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഹൈഡ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ഗൂഗിളിൻ്റെ ബ്രൗസിങ്ങിലുള്ള മറ്റൊരു ഫീച്ചറാണ്, നമുക്കിപ്പോൾ ഒരു വാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ അറിയത്തില്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനിലോ പോയിട്ട് ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്യുക. ഹൗ ടു പ്രൊണൗൺസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഏത് വാക്കിൻ്റെയാണോ അറിയേണ്ടത് ആ വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ കിട്ടും, ഒപ്പം തന്നെ ബ്രിട്ടീഷ് പ്രൊണൗൺസിയേഷൻ, അമേരിക്കൻ പ്രൊണൗൺസിയേഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇന്ത്യ നോക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ബ്രിട്ടീഷ് പ്രൊണൗൺസിയേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓരോ പ്രൊണൗൺസിയേഷൻ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷനിൽ ഏത് വാക്കിൻ്റെയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്ക് ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് നമുക്ക് സ്ലോയിൽ കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് അപ്ഡേറ്റ്സും കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.